ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മാനസിക രോഗമെന്നല്ല, മാനസിക ബുദ്ധിമുട്ട്. എന്താണ് കാരണം എന്ന് പോലും അറിയാതെയുള്ള വല്ലാതെയുള്ള ടെൻഷൻ, അതിൻ്റെ കൂടെ വല്ലാത്ത നിരാശ. അതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി കൂടെ നിർത്തുക, കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോവുക. നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങിയത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് പേര് എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര് എന്നോടിങ്ങനെ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഈ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ മാനസിക രോഗമെന്നല്ല, മാനസിക ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ടെൻഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇങ്ങനെയുള്ളൊരവസ്ഥയാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് കാരണമില്ലാത്ത ഒരു ടെൻഷൻ, എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. അതായത് കാരണമില്ലാതെ അങ്ങ് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നു, വല്ലാത്ത ടെൻഷൻ. ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം കുത്തിക്കുറിച്ച് ഓർത്താണ് നമുക്ക് ടെൻഷൻ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല. എന്താണ് കാരണം എന്ന് പോലും അറിയാതെയുള്ള വല്ലാതെയുള്ള ടെൻഷൻ, അതിൻ്റെ കൂടെ വല്ലാത്ത നിരാശ. പിന്നെ നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയം തൊട്ട് ഇങ്ങനെ ഒരു നിരാശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ നിരാശ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ കൂടി വരുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പല കാര്യത്തിലും ആക്റ്റീവായിട്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ പുറകോട്ട് അതായത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേനാണ് നമുക്ക് ടെൻഷൻ പിന്നെയും കൂടും, നമുക്ക് ഭയങ്കര നിരാശയുണ്ടാകും. ആ നിരാശ വരുന്നത് തന്നെ നമുക്കൊന്നിനും പറ്റുന്നില്ല, ഒരു കാര്യവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ തോന്നലാണ് നമുക്ക് ഉള്ളിലുണ്ടാവുന്നത്. അയ്യോ, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് അത് പിന്നെ വലിയൊരു കടുത്ത നിരാശയിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ട് ഇരിക്കും. ഇതൊക്കെയാണ് ഒരവസ്ഥ. ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ചിലർക്കാണെങ്കിൽ ഉറക്കമേ ഉണ്ടാവത്തില്ല. ചിലർക്ക് ഉറക്കമില്ല, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഉറക്കമായിരിക്കും. നമ്മൾ സാധാരണ ഉറങ്ങുന്നതിന് കൂടുതൽ എപ്പോഴും അങ്ങ് ഉറക്കം തന്നെ, ഉറക്കം, പിന്നെ വല്ലാത്ത ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണത്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക്, അല്ലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും. ഈ ഒരു വല്ലാത്ത ഒരു ടെൻഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തതായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനാണത്. അതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി കൂടെ നിർത്തുക, ഒരു കൈത്താങ്ങൽ കൊടുക്കുക, അവരെ തക്ക സമയത്തൊരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോവുക. ശരിക്കും അതിന് പ്രത്യേകിച്ച് മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അത് ഡോക്ടറെ കണ്ടു കഴിയുമ്പം അത് ഡോക്ടർ വരും. ചിലപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടായിരിക്കും. ഒരു 2-3 തവണ കൗൺസിലിങ്ങിന് പോയി കഴിയുമ്പോഴത്തേന് ആ ഉള്ളിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ അങ്ങ് പതുക്കെ കുറഞ്ഞു വരും. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളവർക്ക് അവരൊറ്റയ്ക്കല്ല എന്നുള്ളൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ തന്നെ പതുക്കെ അവരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അങ്ങനെ അവർക്കും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അത് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോവുക. ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എന്ത് കാര്യമാണോ നമ്മൾ കൂടുതൽ ചെയ്യുന്ന ജോലി, ഇപ്പം എനിക്കിപ്പോൾ തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, തയ്ക്കാനൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക, മാക്സിമം എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അന്നേരം തന്നെ നമുക്ക് പകുതിയും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു റിലീഫാവും എന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ
ഞാൻ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്. അപ്പം എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും സമയം കൊടുക്കാതെ ഞാനിങ്ങനെ തയ്യൽ കാര്യങ്ങളിൽ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ പുതിയ പുതിയ ഡിസൈനും ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലങ്ങ് ശ്രദ്ധ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയി നല്ല കുറേ നേരം സംസാരിക്കും. അപ്പം നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴും കുറേയൊക്കെ അങ്ങ് റിലാക്സാവും. ഇവരെ കേൾക്കാനും ആരെങ്കിലുമൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ഇവരെ കേൾക്കാനൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് അവർക്ക്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു കുഴിയാണത്, വലിയൊരു ഗർത്തമാണത്. അതിൽ നിന്ന് അവരും പുറത്തു വരാനായിട്ട് ഒരു കൈത്താങ്ങൽ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ചിലർക്ക് ഇങ്ങനെ ഈ ഡിപ്രഷൻ കയറി ടെൻഷൻ കയറി ഇങ്ങനെ ഇരുന്നിരുന്ന് ആലോചിച്ച് എന്താണ് ആലോചിക്കുന്നതെന്ന് പോലും അറിയാൻ മേലാതെ ഇങ്ങനെ ആലോചിച്ച് ചിലപ്പം സൂയിസൈഡിലേക്ക് വരെ അത് കൊണ്ടു ചെന്നെത്തിക്കും. അങ്ങനെയൊന്നും ആവാതെ കറക്റ്റ് സമയത്ത് ഡോക്ടറെ പോയി കാണുക, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട്, ഇങ്ങനെയൊരു അവസ്ഥയുള്ളവർ ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് മാക്സിമം സ്വയം ഒന്ന് പരിശ്രമിക്കുക. എന്നിട്ടേ കാര്യമുള്ളൂ. ആരൊക്കെ ഇതിനൊക്കെ മെയിൻ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ വേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്വയം ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആ ഒരു തീരുമാനം നമ്മൾ ഉള്ളിലെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് പതുക്കെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാക്സിമം ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിക്കുക. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.